വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കസിൻസ് എല്ലാരും കൂടെ ഒരു സ്ഥലം വരെ പോവാണ്. വേറെ എവിടെ അല്ല, നമ്മുടെ അതിരപ്പള്ളി. നമ്മൾ ലാസ്റ്റ് ചിമ്മിനിയിൽ പോയപ്പോഴും രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇന്ന് നമ്മൾ രാവിലെ 6 മണിക്ക് തന്നെ ഇറങ്ങി. നമ്മൾ 5 പേരായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 3 വണ്ടി ഉണ്ടായിരുന്നു. കുഞ്ഞുവിന് കൈവേദന എടുക്കാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വണ്ടി ഓടിക്കാന്ന് വെച്ചു. കുറച്ചു ദൂരം പോകുന്ന കഴിഞ്ഞപ്പോ നമ്മൾ ഒരു പാലം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അവിടെ നിന്നൊരു ഫോട്ടോസ് ഒക്കെ എടുക്കണല്ലോ. രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല രസം ഉണ്ടായിരുന്നു അവിടുത്തെ വ്യൂ ഒക്കെ കാണാൻ. അത് മാത്രല്ല സൂര്യൻ പയ്യെ ഉദിച്ചു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് ആ സൈഡിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല കോടയൊക്കെ കാണാട്ടോ. അവിടെ നിന്നാണ് സൺലൈറ്റ് അടിക്കുന്നത്, അതുകൊണ്ട് നല്ല രസമുണ്ട് ഇങ്ങോട്ടേക്ക്. കുറച്ചു നേരം അവിടെ നിന്നതിന് ശേഷം നമ്മൾ പിന്നെയും അവിടുന്ന് വണ്ടി എടുത്തു പോകുന്ന വഴിയൊക്കെ നല്ല തണുപ്പുണ്ട്, അതുപോലെ തന്നെ നല്ല മഞ്ഞുണ്ട്. അങ്ങനെ ഏകദേശം അതിരപ്പള്ളിയൊക്കെ എത്താറായപ്പോ ഒരു ചായക്കട കണ്ടിട്ട് അവിടെ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചായ മാത്രമല്ല, നമ്മൾ പരിപ്പുവട, പഴം, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് നേരെ പോകുമ്പോൾ നമ്മുടെ അതിരപ്പള്ളിയുടെ എൻട്രൻസ് ആണ് കാണുന്നത്. നമ്മൾ ടിക്കറ്റ് ഒന്നും എടുത്തില്ല, കാരണം നമ്മൾ അടിയിൽ വരെ പോകുന്നൊന്നുമില്ല. ജസ്റ്റ് ഇവിടെ നിന്നിട്ട് ഈ വ്യൂ ഒക്കെ കാണുന്നേ ഉള്ളൂ. കാരണം അവിടെ എത്തണമെങ്കിൽ നമുക്ക് കുറെ നടക്കാനൊക്കെ ഉണ്ട്. അത് മാത്രമല്ല, നമുക്ക് ഇന്ന് ഒട്ടും ടൈമില്ല. ഞാൻ തൃശ്ശൂർ എന്റെ ആന്റിയുടെ വീട്ടിലാണ് ഉള്ളത്. അപ്പൊ എനിക്ക് എന്റെ വീട്ടിൽ ഇന്ന് തന്നെ പോകണം. അതുകൊണ്ട് എല്ലാ ഷടപടയും നമുക്ക് കണ്ടു തീർക്കണം. നമ്മൾ വീട്ടിൽ നിന്ന് വന്നപ്പോ ആകെ ചിമ്മിനിയിൽ മാത്രമേ പോകണല്ലോ എന്നായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷെ ഇന്ന് വേഗം രാവിലെ എണീറ്റ് ഇങ്ങോട്ടേക്ക് വന്നതാണ്. അങ്ങനെ അവിടെ നിന്ന് ഇനി എങ്ങോട്ട് പോകണം എന്ന് തീരുമാനിച്ച് നിന്നപ്പോ കുറച്ചും കൂടെ ഫ്രണ്ടിട്ട് പോവാന്ന് ഓർത്തു. അങ്ങനെ ഇപ്പൊ അങ്ങോട്ടേക്ക് പോവാണ്. സത്യം പറഞ്ഞ ചിമ്മിനിയിൽ പോണ വഴിനേക്കാളും എനിക്ക് ഇഷ്ടമായത് ഈ ഒരു ഏരിയ ആണ് കേട്ടോ. കാരണം ചിമ്മിനിയിൽ ഫുള്ള് റബ്ബർ തോട്ടായിരുന്നു കൂടുതലും. ഇവിടെ ആണെങ്കിൽ കണ്ടു, ഒരു സൈഡിൽ പാറ, അപ്പുറത്തെ സൈഡിലാണെങ്കിൽ നമ്മുടെ ആ വെള്ളച്ചാട്ടത്തിന്റെ ബാക്കി പോർഷൻസോട് നമുക്ക് കാണാം. പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിയിൽ നിറയെ വഴിയോര കച്ചവടക്കാരെയൊക്കെ കാണാം. കച്ചവടക്കാരില്ല, അവരുടെ കട മാത്രമേ ഉള്ളൂ. അതും തുറന്നിട്ടില്ലെന്ന്. കാരണം എനിക്ക് തോന്നുന്നത് നമ്മൾ ഇന്ന് പോയേക്കണ മൺഡേ ആണ്. അത് മാത്രമല്ല, രാവിലെ തന്നെ പോയണ്ടാന്ന് തോന്നുന്നു തുറക്കാത്ത. അങ്ങനെ നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നപ്പോ വേറൊരു വെള്ളച്ചാട്ടം കണ്ടു കേട്ടോ. ഇത് ഏത് സ്ഥലം എന്ന് എനിക്കറിയില്ല, കാരണം അവിടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് മൊത്തം പോയിട്ടുണ്ട്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് തന്നെ ഒരു പാലമൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ആ പാലത്തിൽ കയറി ഇന്ന ബാക്ക്ഗ്രൗണ്ടിൽ ഈ വെള്ളച്ചാട്ടം ഒക്കെ ഉള്ളൊരു പിക്കൊക്കെ എടുക്കാം. വെള്ളത്തിനാണെങ്കിൽ നല്ല ഫോഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ചും കൂടെ മുമ്പോട്ട് പോയപ്പോ ചെക്ക് പോസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അതിന്റെ അപ്പുറത്തോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് മാത്രം നമ്മൾ അവിടം വരെ നമ്മുടെ യാത്ര നിർത്തി കുറച്ചു നേരം അവിടെയൊക്കെ നിന്നു. എന്നിട്ട് പിന്നെ തിരിച്ചു പോന്നു. അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു കറക്റ്റ് ഫോറസ്റ്റിന്റെ ഉള്ളിൽ നമ്മൾ എങ്ങനെയാണോ ഈ ഏരിയയിൽ പുലിയും ആനയൊക്കെ ഇറങ്ങുമെന്നായിരുന്നു ബോർഡൊക്കെ കണ്ടത്. ഇറങ്ങുമെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ നല്ലൊരു കൂളിംഗ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇതിന്റെ ഉള്ളിട്ട് കേറിയപ്പോ തന്നെ. പിന്നെ കുറച്ചു നേരം അവിടെ നിന്നതിന് ശേഷം നമ്മൾ തിരിച്ചു പോന്നു കേട്ടോ വീട്ടിലേക്ക്. അതിന്റെ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം എന്റെ ഫോണിൽ ചാർജ് തീർന്നായിരുന്നു. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പൊ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.